ഹലോ ഗൈസ്, സ്നേഹക്കൂട്ട് ഒരു അടിപൊളി പ്രൊമോയാട്ടോ. നമ്മുടെ പല്ലവിയും സേതുവും പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ. ആദ്യം ഭയങ്കര നമ്മുടെ ഇന്ദ്രന്റെ ഭീഷണി, സേതുവിന്റെ അങ്ങോട്ട് ഭീഷണി, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ല്, വാക്പോരുകൾ എല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ കോടതി നമ്മുടെ പല്ലവിക്ക് ആ ഒരു ഡിവോഴ്സ് അനുവദിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ. അപ്പൊ ഇതിന്റെ സന്തോഷത്തിൽ നമ്മുടെ സേതു പല്ലവിനെ കോടതിയിൽ നിന്നും എടുത്തുയർത്തിക്കൊണ്ടൊക്കെ ആട്ടോ വരുന്നത്. അപ്പൊ ഈ ഒരു ഡിവോഴ്സിന്റെ പിന്നാലെ നമ്മുടെ ഇന്ദ്രനാണെങ്കിൽ ആകെ വട്ടുപിടിച്ച് സമനില തെറ്റിയ അവസ്ഥയായി. ഇന്ദ്രനാണെങ്കിൽ ഒരു കോമാളിയുടെ മുഖം മൂടിയൊക്കെ വെച്ച് നമ്മുടെ പല്ലവിയുടെ മുന്നിൽ പോയി, പല്ലവിയുടെ വീടിന് മുന്നിൽ പോയി, ആ വീട്ടുകാരുടെ മുന്നിൽ പോയി ഇങ്ങനെ ആടുന്നുണ്ട്. നമ്മുടെ സേതുവിന്റെ വീട്ടിൽ പോയി ആടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ വീട്ടിൽ തന്നെ നമ്മുടെ ആ കോമാളിയുടെ മുഖം മൂടി അണിഞ്ഞിട്ടാണ് നടക്കുന്നതൊക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ആ ഒരു മാനസിക നില ആകപ്പാടെ താറുമാറായി എന്നർത്ഥം അല്ലെ പ്രേക്ഷകരെ. പിന്നീട് കുറേ എന്താ പറയാ, സേതുവും പല്ലവിയും കൂടി യാത്ര പോകാൻ പോകുമ്പോൾ അവിടെ വന്ന് ഗുണ്ടകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ഇടിക്കുകയും കത്തിക്ക് കുത്താനൊക്കെ പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. ഇതിനിടയിലേക്ക് ഇവർക്ക് രക്ഷകരായി എത്തുന്നത് നമ്മുടെ വേദയും വിക്രവും ആട്ടോ. നമ്മുടെ സ്വന്തം പവിത്രം പരമ്പരയിലെ വേദവും വിക്രവുമാണ് ഇവർക്ക് രക്ഷകരായി വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിലേക്ക് വേദ വിക്രം കൂടി വരുന്ന ഒരു എപ്പിസോഡുകളാട്ടോ നമുക്കിനി അടുത്ത വാരത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയാട്ടോ. ഈ ഡിവോഴ്സ് കിട്ടിയെങ്കിലും നമ്മുടെ പല്ലവിക്കൊന്നും സമാധാനിക്കാറായിട്ടില്ല കേട്ടോ. നമ്മുടെ ഇന്ദ്രജിത്ത് വീണ്ടും അവിടെ എന്തൊക്കെയോ കളികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വക്കീലുമായിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.